നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഗ്രാമത്തിലേക്ക് പോവാണ് അല്ലേ? അതെ. അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അവിടേക്കാണ്. അത് കഴിഞ്ഞാൽ നഴ്സറീൻ്റെ അവിടെ, അത് കഴിഞ്ഞാൽ മജാവൻ്റെ വീടിൻ്റെ അവിടെ, അങ്ങനെ എല്ലാ പ്രൊജക്റ്റുകളും ഇന്നൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓരോരോ പ്രൊജക്റ്റിന്റെ അപ്ഡേഷൻസ്. അപ്പൊ ഇപ്പൊ എന്തായി നമ്മുടെ പ്രൊജക്റ്റുകൾ എന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള കാഴ്ചകൾ, നമ്മൾ പോണ സ്ഥലങ്ങൾ. കാരണം ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റുന്നതല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉള്ള സമയത്ത് പറഞ്ഞാൽ കർഷകരെ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുക, കൃഷിയിടത്തിൽ തന്നെ വെള്ളം ഒലിച്ചു പോകാതെ അതിനെ സ്റ്റോറേജ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രൊജക്റ്റുകളുടെ അപ്ഡേഷൻസ്, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്യുന്നതിനപ്പുറം എല്ലാ സ്ഥലവും കറങ്ങി വരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ മഴ എപ്പോഴാ പെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇപ്പം നമ്മളൊരു കുക്കിംഗ് പ്രോഗ്രാം തുടങ്ങി അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്തു തുടങ്ങുകയാണ്, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും മഴ വരിക. പിന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ മജാവോന്റെ വീടിന്റെ പണി കഴിഞ്ഞാൽ നല്ലൊരു കിച്ചൺ ആണ് കേട്ടോ ബേക്കിലേക്ക് നമ്മൾ ഇറക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല ഷീറ്റൊക്കെ ഇട്ട് കുഞ്ഞൊരു വരാന്തയല്ല, ഒരു വർക്ക് ഏരിയ, അങ്ങനെ ചെറിയൊരു ഇരിക്കാനുള്ളൊരു പടിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല സുഖത്തിൽ നമുക്ക് ഇരുന്നിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോഴത്തേക്കിനും മഴേന്റെ ഒരു ഇതും ഇങ്ങോട്ട് കുറയുമെന്ന് വിചാരിക്കുന്നു. മജാവിന്റെ വീട് നമ്മൾ 100% ഒരു കേരള മോഡലിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ കിച്ചൺ പുറത്താണ്, വേറൊരു സെക്ഷനായിട്ട് ഉണ്ടാക്കുക. പക്ഷേ കിച്ചണും ഒരുമിച്ച് തന്നെ, അതായത് ഇവിടുത്തെ ചേച്ചിമാരുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വീടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീട്. അതുകൊണ്ട് ആ ഒരു കേരള മോഡൽ വീട് മറ്റാളുകൾക്ക് പ്രചോദനമാകുന്ന രീതി ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിറ്റവും ചെടിത്തോട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ പണി എന്തായി എന്ന് പോയി നോക്കാം. ഇപ്രാവശ്യം മഴക്കാലം കുറച്ച് നേരത്തെ വന്നു അല്ലേ? അതെ, എല്ലാ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകുന്ന അന്ന് 14-ാം തീയതി അല്ലേ, 14-ാം തീയതി നമ്മൾ പോയിട്ട് 14-ാം തീയതി ആണ് ഒരു ചെറിയ മഴത്തുള്ളി വന്നത് കേട്ടോ. ഞങ്ങള് സാധനങ്ങളൊക്കെ ലഗേജിലൊക്കെ വെച്ച് അവിടെ എത്തി. പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ ആ ഗ്ലാസ് കൂടെ ഉണ്ട് ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ കാണുന്നുട്ടോ. അപ്പോഴാണ് ഇവിടെ മഴ തുടങ്ങിയത്. പക്ഷെ ഇപ്രാവശ്യം ഒരു മാസം മുന്നേ നവംബർ പകുതി ആയപ്പോഴത്തേക്കും ചെറിയ ചാറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നല്ല ഇടിയോടെയോടെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴ നേരത്തെയാണ്. കർഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, വില്ലേജേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കല്ല നമ്മുടെ ഗാർഡൻ ബോയും ഒക്കെ അതായത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞങ്ങൾ മെയ്സ് നടാൻ വേണ്ടി പോവാണ്, കുറച്ച് എമൗണ്ട് തരുമോ ഫെർട്ടിലൈസർ വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടം കൊടുക്കും കേട്ടോ. കാരണം ഇവരൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള അരുണേട്ടൻ തന്നെ കുറച്ച് പോക്കറ്റ് മണികളൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള പൈസകളൊക്കെ ഞാൻ ഇവർക്ക് കടം കൊടുക്കും. കാരണം ഇവർ പുറത്തുനിന്ന് ആരുടെ കടം മേടിക്കുകയാണെങ്കിൽ വാങ്ങുന്ന പൈസേൻ്റെ ഒപ്പം അവർ പലിശയും കൂടി ആക്കും. ഇപ്പോൾ ഒരു 5000 കോച്ചോല് കടം മേടിക്കുകയാണെങ്കിൽ ഒരു 3000 കോച്ചോൽക്ക് പലിശ ഉണ്ടാവില്ലേ? അങ്ങനെയല്ലേ ഇവിടെ? അങ്ങനെയാണ്. അതായത് വലിയ പലിശ കൊടുക്കുന്ന ആൾക്കാരൊന്നും ആവില്ല ഇവര്. അതായത് കടം ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ പൈസ കുറച്ചും കൂടി കൂട്ടിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് വന്നേക്കും. എൻ്റെ അടുത്ത് 5000 കോച്ചൊക്കെ ഞങ്ങൾ കുഞ്ഞു എടുത്തൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് കൊണ്ടുപോയി അവനൊക്കെ കൃഷി ചെയ്യാൻ പോയിട്ടുണ്ട്. ഇന്നപ്പോൾ ലീവ് ആയതുകൊണ്ട് അവരൊക്കെ കൃഷിയിലായിരിക്കും ഇപ്പോൾ. അതെ, അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡ്രൈവേഴ്സ് ആണെങ്കിലും നമ്മുടെ കുക്കാണെങ്കിലും നമ്മുടെ ഗാർഡൻ ബോയ് എല്ലാവരും നമ്മുടെ വന്നിട്ട് കൃഷി ചെയ്യാൻ സമയമാകുമ്പോൾ വളം വാങ്ങാനുള്ള പൈസയൊക്കെ നമ്മൾ കടം ചോദിക്കും. അപ്പോൾ നമ്മളതിന് എല്ലാവർക്കും നമ്മളെ കൂടെ കൊടുക്കാൻ കഴിയില്ല, പക്ഷേ നമ്മൾ പറ്റുന്നവർക്ക് ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം ഗ്രാമത്തിൽ നമ്മൾ വലിയൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10-20ഓളം കർഷകർ, 50ഓളം കർഷകരെ നമ്മൾ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു. അതിന് ട്രിം ചെയ്ത് വന്ന് ഏറ്റവും മികച്ച 20 കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഏകദേശം 50 ഏക്കർ സ്ഥലത്ത് കൃഷി ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മഴ കുറഞ്ഞാലും നമുക്ക് മഴവെള്ളത്തെ അവിടെ സംഭരിച്ച് വെക്കുന്ന സംവിധാനം ഉണ്ടാക്കുക, അതായത് നമ്മുടെ അണ്ടർ വാട്ടർ സ്റ്റോറേജ് കൂട്ടുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ വളം വാങ്ങാനുള്ള സപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ? പ്രത്യേകിച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും പറഞ്ഞത് വെള്ളം എടുക്കണം എന്നുള്ളത്, അത് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ മജാവേൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുക കേട്ടോ. മജാവ റെൻറ്റിന് നിൽക്കണ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് കുഞ്ഞ് 2 പന്നിക്കുട്ടികൾ പോകണുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഈ ഒരു വീടിൻ്റെ ബേക്കിലായിട്ടാണ്, കുറച്ച് അപ്പുറത്തായിട്ടാണ് മജാവിൻ്റെ വീട്. നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റെൻറ്റിന് നിൽക്കുന്ന വീട്. മജാവ് അപ്പോൾ മുടിയൊക്കെ ചീകിയിട്ട് റെഡിയായി വരികയാണ്. മജാവയാണ് ആ കടേൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതിവിടെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചെറിയ ഷോപ്പുകളാണ്. ഈ ഷോപ്പിൻ്റെ ഒപ്പം തന്നെ അവരുടെ വീടും ഉണ്ടാവും കേട്ടോ. അപ്പം മജാവേനെയും കൂട്ടിയിട്ട്
കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പണി നോക്കാൻ വേണ്ടിയിട്ടാണ്. ആകാശത്ത് കാർമേഘമൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് മജാവേനെ ബേക്കിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടും പോവാൻ കേട്ടോ. മഴ പെയ്യുമോയെന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രൊജക്റ്റ് എടുക്കുന്ന സ്ഥലത്താണ്. എല്ലാം നമ്മൾ ലിൻഡൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ലിൻഡൽ വാർപ്പ് നടക്കാൻ പോകട്ടെ. ഇനി അവിടെ ഷട്ടർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വിൻഡോസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ ഷട്ടർ അടിക്കുന്ന സമയത്ത് വിൻഡോ വെക്കുള്ളൂ, അല്ലെങ്കിൽ രാത്രി ആരെങ്കിലും ഊരി കൊണ്ടുപോയല്ലോ എന്നാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ള പേടി. അത് എല്ലാ സ്ഥലത്തും ലിൻഡൽ വെച്ച് വാർത്തു. നമുക്ക് ഏതായാലും ഇതിലിങ്ങനെ ചുറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് എത്താം. അപ്പൊ കാണാം. നമുക്ക് കട്ട് ഒരുപാട് ബാക്കിയുണ്ട് അല്ലേ? ഒരുപാട് ബാക്കി മേളിക്കുണ്ടല്ലേ? എന്തായാലും പിന്നെ ഇനിയിപ്പോ ലിൻഡൽ വെച്ച് കഴിഞ്ഞാല് റൂഫിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേക്കണം. കുറേ പരിപാടികളുണ്ട്. അപ്പം ഇന്ന് എന്താണെന്നറിയില്ല, വെയിലാണ് കേട്ടോ, മഴയില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല കാർമേഘം മൂടി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എന്താ വെയിൽ. ഇലകളൊക്കെ കണ്ടോ? മരത്തിലെ ഇലകൾ എല്ലാം നല്ല പച്ചപ്പിൽ നിൽക്കണില്ലേ? ഒരു കുറച്ച് മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് മലാവിയുടെ അവസ്ഥ. ഇലകളൊക്കെ തളിർത്ത് നല്ല പച്ചപ്പിൽ നിൽക്കും കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലിൻഡൽ വാർപ്പും കൂടെ ചെയ്യുമ്പോൾ സ്ട്രോങ് ആവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ സ്കൂളിൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇവിടെ കണ്ടത് ഒരു ചുമന്ന സാധനം ഇങ്ങനെ പോകുന്നു. ഇതിവിടെ ഒരു ജന്തു കേട്ടോ, ഒരു പ്രാണി കണ്ടോ? നല്ല വെൽവെറ്റിൻ്റെ പോലെയുള്ള ഒരു പ്രാണി. വെൽവെറ്റിൻ്റെ ഒക്കെ ക്ലോത്ത് ഉണ്ടാവില്ലേ? പ്രാണിനെ കാണില്ല. ഇതാ വെൽവെറ്റിൻ്റെ ഒക്കെ ക്ലോത്ത് ഉണ്ടാവില്ലേ? അതുപോലത്തെ ശരീരമുള്ളൊരു പ്രാണി. എങ്ങോട്ടോ പോവുകയാണ് എല്ലാവരും കൂടെ. ചുമന്ന കളറിലൊരു പ്രാണി. അപ്പോൾ അങ്ങനെ നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ ലിൻഡൽ വാർപ്പ് തുടങ്ങി കേട്ടോ. ഒരു ക്ലാസ് റൂമോ? രണ്ട് ക്ലാസ് റൂം സൈഡ് ഇങ്ങനെ സൈഡാണ് ചെയ്ത് വരുന്നത്. സൈഡ് ജനൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലിൻഡൽ വാർക്കുമ്പോഴാണ് ഇവർ ജനൽ വെക്കുകയെന്ന്. ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു പേടിയാണ്. ഇരുമ്പ് കൊണ്ടുപോകുമോ എന്നുള്ള പേടി. ഇങ്ങനത്തെ ഫ്രെയിം ആട്ടോ നമ്മുടെ വിൻഡോ വരുന്നത്. അത്യാവശ്യം നല്ല കാറ്റ് കയറ്റാന്ന് വെച്ചിട്ട് ഇതിന് ഡോറൊന്നും ഇല്ല. എപ്പോഴും നല്ല വെന്റിലേഷൻ ഓപ്പൺ ഒക്കെ. ഇവിടെ വില്ലേജുകളിൽ നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ച് എപ്പോഴും പിള്ളേരായിട്ടും എറിഞ്ഞു എല്ലാ സ്കൂളിലും നമ്മൾ പോയി നോക്കണം ഗ്ലാസ് ഉണ്ടാവില്ല, പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ല വെക്കാതിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. അതവിടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പണി കഴിയുമ്പോൾ തേപ്പെല്ലാം കഴിയുമ്പോൾ കിടിലായിരിക്കും കേട്ടോ. അതെ, നല്ല സ്പേസ് ഉള്ളൊരു ജനൽ തന്നെയാട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരു ജനലല്ല, ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ 3 ജനലുണ്ട് അല്ലേ? ആ സൈഡിൽ 2 ജനൽ, ഫ്രണ്ടിൽ ഒരു ജനൽ. കാരണം ഇതിൻ്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല എയർ സർക്കുലേഷനും വെന്റിലേഷനും അത്യാവശ്യം നല്ല വെന്റിലേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ് റൂം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ള മരമാണ്. ഇങ്ങനെ ഈ സ്കഫോൾഡിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് യൂക്കാലിൻ്റെ മരം ഉണ്ടല്ലോ, ഇവിടെ അതിൻ്റെ ഒരു കാർഡ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു മരത്തിന് 3000 മലാവി കോച്ചിയാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതുണ്ടോ, വലിയ തടിയൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മരത്തിന് 3000 മലാവി കോച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനത്തെ എത്രയാ 75 മരോ അങ്ങനത്തെ മേടിച്ചിട്ടുണ്ട് നമ്മൾ. ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാട്ടോ. എല്ലായിടത്തും മരവും കുറ്റിയൊക്കെ തറച്ചും കൊണ്ട് വീഴുമെന്ന് പേടിയാണ്. അയ്യോ, നല്ല സ്പേസ് ഉണ്ടല്ലേ ക്ലാസ് റൂമിന്? ചുമരം അങ്ങോട്ട് പൊന്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത്ര വലിയ ബോർഡ് വെക്കാൻ വെച്ചിട്ട് നമ്മുടെ കോളേജിലൊക്കെ ഉള്ള പോലത്തെ ബോർഡ് വെക്കാൻ പറ്റൂലേ പഠിക്കാൻ വേണ്ടി. നല്ല സ്പേസ് ഉണ്ട്. കണ്ടില്ലേ 2 ജനൽ വെച്ചേക്കുന്നത്. രാവിലെ വന്നവര് കോൺക്രീറ്റ് ചെയ്തോ? ഇന്ന് ചെയ്യുന്നല്ലേ പറഞ്ഞത്? രാവിലെ വന്ന് കോൺക്രീറ്റ് ചെയ്തോ? രാവിലെ ഇന്നലെ അരനേട്ടൻ്റെ മേത്തൊരു ഉറുമ്പ്. ഇവിടെ ഉറുമ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു അപ്ഡേഷന്. എല്ലാ ക്ലാസ് റൂമും വിൻഡോ ലെവൽ എത്തിയിട്ടുണ്ട്, അതായത് ലിൻഡൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. 2 ക്ലാസ് റൂമിൻ്റെ 4 ജനലും വെച്ച് 2 സൈഡ് ലിൻഡൽ വാർത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചുറ്റോളം വാർക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്ര പൊന്ത് വരേണ്ട? എൻ്റെ മുകളിലേക്ക് ലിൻഡലിൻ്റെ മുകളിലേക്ക് അത് 3 മീറ്ററാണ് ടോട്ടൽ ഉണ്ടാവുക ഈ സൈഡ്. പിന്നെ ഈ സൈഡ് ഉണ്ടല്ലോ നടുവിൽ, അത് കുറച്ച് ഹൈറ്റിലേക്ക് പോകും. നമ്മുടെ സാധാരണ നോർമൽ ബിൽഡിങ്ങുകളുടെ ഹൈറ്റാണ് വരിക.
ലിൻഡൽ വാർപ്പിൻ്റെ പ്രത്യേകത നമുക്കിങ്ങനെ ഇത്രയും പോർഷൻ ഏകദേശം എത്ര മീറ്റർ, ഒരു 10 മീറ്റർ 20 മീറ്റർ 20 മീറ്ററിനുള്ള ഷട്ടർ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. കാരണം ഈ ഷട്ടർ ഉണ്ടാക്കലും ഇവിടുത്തെ മരങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നുണ്ടാക്കലും ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് മരം എടുക്കാൻ നമ്മുടെ പൈസയിൽ നിന്ന് ആ പൈസ കുറയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് കുറയാം. അതായത് ഞങ്ങൾ ഏകദേശം 20 മീറ്റർ ചെയ്യുക ഒരു വട്ടം, പിന്നെ അത് പൊളിച്ചിട്ട് അടുത്ത സ്ഥലത്ത് വെക്കുക. അങ്ങനെ ഇതിപ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ നീ പൊളിക്കാം, നാളെ പൊളിച്ചിട്ട് അപ്പുറത്ത് വെച്ചാൽ അപ്പുറത്ത് അടിക്കും. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് അടിച്ച് തീർക്കാൻ പറ്റും. കാരണം ഒന്നിച്ച് നമുക്ക് എന്തായാലും ഷട്ടർ അടിക്കാൻ നടക്കില്ല. ഷട്ടർ അടിക്കാൻ വെച്ചാൽ ഒരുപാട് പൈസ, മരത്തിന് ഭയങ്കര പൈസയാണ് ഇവിടെ. അതാണ് ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, മരത്തിൻ്റെ പൈസ. ആ സ്കഫ് ഞാൻ നേരത്തെ പറയണ്ടായി, ആ മരം പോലെ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കാലുകളില്ലേ, അതിന് 3000 മലാവി കോച്ചയാണ്. പിന്നെ ഈ വീതിയുള്ള സാധനത്തിന് എത്ര 34,000 അങ്ങനെയാണ്, 34,000 മലാവി കോച്ച. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ്, നമുക്ക് ഷട്ടർ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ സ്കൂളിൻ്റെ പണി ഇങ്ങനെയാണ് കേട്ടോ, ഇത്രയും എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും എത്താൻ കാരണം നമ്മൾ ഇന്റർലോക്ക് ബ്രിക്സ് ആയതുകൊണ്ടാണ് ചിലപ്പോഴേ പണി തീർന്നത്. ഇനി ഉള്ളും പുറവും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും കേട്ടോ. കാരണം ഇന്റർലോക്കിൻ്റെ ബ്രിക്സ് ആണ്, നമുക്ക് ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ ബ്രിക്സിലുണ്ട്. കാരണം എന്താ പറയുക, കട്ട് മാനുവൽ കംപ്രഷനൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ അതേപോലെ അവർ മുറിക്കുന്ന സമയത്ത് ഇവർക്ക് നല്ല മുറിക്കാനുള്ള സംവിധാനം ഇല്ല, അതുകൊണ്ടാണ് കുറേ പ്രശ്നം. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും, അപ്പുറം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പ്ലാസ്റ്റർ ചെയ്തിടും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെയാണ്. അഗ്രിഗേറ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അതെടുത്താണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മതി ഫുള്ള് ചെയ്തു വരാനുള്ളതാവും. പിന്നെ അപ്പുറത്തും ഉണ്ട്, ഇവിടെയുണ്ട്, അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇത് മാനുവലി ആൾക്കാർ ഇവിടെ പൊട്ടിച്ച സാധനമാണ്. ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന സ്റ്റോണാണ്. ഇതിനും പൈസ കൊടുത്ത് തന്നെ കേട്ടോ ആൾക്കാർ പൊട്ടിച്ചത്. കാരണം ഇവിടുത്തെ ആൾക്കാർ പൊട്ടിച്ചുണ്ടാക്കിയതാണ്, അതിന് പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോ ഒക്കെ ഏകദേശം വന്നു. അത്യാവശ്യം നല്ല വെന്റിലേഷൻ കിട്ടും. എപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് സ്കൂളുകൾക്ക് നല്ല വെന്റിലേഷൻ വേണമെന്നുള്ളത്. ഇതേപോലെ 4 വെന്റിലേഷൻ അപ്പുറത്തും ഇപ്പുറത്തും ഇതുണ്ട്. ഇതിനൊന്നും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡോറുകളോ ഗ്ലാസ്സുകളോ ഒന്നും തന്നെ ഫിക്സ് ചെയ്യുക, ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഇപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തു. മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും സുമിയും ഒന്നിച്ചുണ്ടാവില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വില്ലേജിൽ പോകാമെന്ന് പറയുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ മജാവയൊക്കെ നനയേണ്ടി വരും. നമ്മുടെ സിംഗിൾ ക്യാബിനാണ്, അതുകൊണ്ട് തന്നെ മജാവയ്ക്ക് നമ്മുടെ കൂടെ വരാൻ കഴിയില്ല. അപ്പോൾ മജാവ എന്നേക്കാളും പ്രധാനം മജാവ വരിക എന്നുള്ളത്. കാരണം നമുക്ക് ആൾക്കാരോട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ മജാവ കൂടെ ഉണ്ടാവില്ല അത്യാവശ്യമാണ് നമുക്ക്. അതുപോലെ നമ്മൾ വില്ലേജിൽ പോകുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കാനും അവർക്ക് നമ്മളോട് പറയേണ്ട കാര്യങ്ങളുണ്ടാവും, ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കാരണം നമുക്ക് മജാവിന് മഴയത്ത് പുറത്തിരിക്കാൻ പറ്റില്ല, അപ്പോൾ മജയെ ഞാനും ഉള്ളിലിരിക്കേണ്ടി വരും, അപ്പം സുമിക്കിരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇനിയുള്ള വീഡിയോകളിൽ വെയിലാണെങ്കിൽ കുഴപ്പമില്ല, മഴക്കാലമാണ് എന്നുണ്ടെങ്കിൽ മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഞങ്ങൾ ഒരാളെ പോകുള്ളൂ. മഴക്കാലം കഴിയുന്നത് വരെ സുമിയുടെ ഒരു പ്രസൻസ് ചിലപ്പോൾ വീഡിയോസിൽ ഉണ്ടാവില്ല. പക്ഷേ ഇൻട്രോയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇൻട്രോ ഒക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ വെയിലാണെങ്കിൽ ഞാൻ വരും. വെയിലാണെങ്കിൽ ഇപ്പൊ കണ്ടില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴക്കാറായിരുന്നു, ഇവിടെ എത്തിയപ്പോഴത്തേക്കും വെയിലായി. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ചിലപ്പോൾ വെയിലായിരിക്കും, മടീസ് വരുമ്പോൾ മഴയായിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രശ്നം എന്തായാലും ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ലിൻഡൽ വാർപ്പ് എന്തായാലും ഒരു 1 വീക്കിൽ തീരുമാനിച്ചായിരിക്കാം. അതെ, കാരണം ഡോറൊക്കെ വെച്ചു, ഒക്കെ സെറ്റാണ്, എല്ലാം ഓക്കെയാണ്, സൈസൊക്കെ കറക്റ്റാണ്, അതിനൊന്നും പ്രശ്നങ്ങളില്ല. അപ്പൊ ഞങ്ങൾ സ്കൂളിന്റെ അപ്ഡേഷൻ ഒക്കെ കണ്ടിട്ട് ഇനിയിപ്പോ നേരെ പോണത് നഴ്സറിന്റെ അടക്കല്ലായിരുന്നു ഏട്ടാ. അതെ അതെ, ഇവിടെ തന്നെ പറയാം. ഈ മരങ്ങൾ കണ്ടോ, ഒരുപാട് മരങ്ങൾ ഇപ്പോൾ പച്ച പണിഞ്ഞിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സെക്കൻഡറി സ്കൂളിന്റെ പണി കഴിയുമ്പോൾ ഇതിനെല്ലാം ചെറിയ ചെറിയ എന്താ പറയുക ഇരിക്കാനുള്ള വട്ടത്തി ഉണ്ടാക്കണം, ഇങ്ങനെ തറ കെട്ടിയിട്ട് എല്ലാത്തിനും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇരിക്കാനും പഠിക്കാനും പുറത്തിരുന്ന് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ഭയങ്കര സംവിധാനമാണ്. നല്ലൊരു ഗാർഡൻ പോലെ ഇവിടെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കുഞ്ഞൊരു കാട് പോലെ, കാടല്ല, മരങ്ങൾ കൊണ്ടൊക്കെ ഫുൾ ആയിട്ടുള്ള.
അപ്പോൾ നമ്മളെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുതേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ തൊടുക, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കുക കേട്ടോ. അതെ, കൂടെ ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വളരെ കുറവാണ് നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ചെയ്യുന്ന വീഡിയോ ആളുകൾക്ക് അറിയില്ല. പലർക്കും നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാം. നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ മലാവി ഡയറിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ആഫ്രിക്ക സെർച്ച് ചെയ്യുന്ന സമയത്താണ് ശരിക്കും മലാവി എന്ന രാജ്യത്തെക്കുറിച്ചും മലാവി ഡയറി എന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചും അറിയുന്നത്. അപ്പോൾ മലയാളികൾക്ക് നമുക്ക് പലർക്കും തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചാനൽ വ്യൂ ഇല്ലാത്തതെന്നാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. എപ്പോഴും നമ്മൾ വീഡിയോ കാണുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമാണ് വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം. മാക്സിമം ഷെയർ ചെയ്ത് കൂടെ നമ്മുടെ ചാനലിൽ, കാരണം നമുക്കൊരു ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്മുടെ ചാനലിന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ 24,000-25,000 ആളുകളാണ്. നമ്മൾ നിരന്തരം നിങ്ങളോട് പറയുന്ന സമയത്താണ് ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ആളുകൾക്ക് ഷെയർ ചെയ്യാനും വേണ്ടി പോകുന്നത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ചാനലിലെ വീഡിയോസ് 100K മുകളിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഇപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ തൊട്ട് താഴെ ഒരു കയ്യിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കുറേ ആൾക്കാർ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ ഏതൊക്കെ ചേച്ചിമാരൊക്കെ എന്നോട്, അതായത് കുറച്ച് പ്രായമുള്ള ചേച്ചിമാരൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ലൈക്ക് ചെയ്യുന്നില്ല, കാരണം അവർക്ക് കറക്റ്റ് അറിയണില്ല. അപ്പോൾ താഴെ ഒരു കയ്യിൻ്റെ ഇങ്ങനെയുള്ളൊരു ചിഹ്നം ഉണ്ടാകും, ഇങ്ങനെയുള്ളതല്ല ഇങ്ങനെയുള്ള ചിഹ്നം ഉണ്ടാകും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അതാണ് ലൈക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ടാകും, അതാണ് ഷെയർ ചെയ്യുക. അതിൽ തൊടുമ്പോൾ ഒരു വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ എന്തിലേക്കോ പോകാനുള്ള താഴെ അങ്ങനെ ഓപ്ഷൻസ് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് പോകും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആകും. എല്ലാവരിലേക്കും നമ്മുടെ യൂട്യൂബ് തന്നെ പതുക്കെ റെക്കമെൻഡേഷനും കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കണേ. കഴിയണേ ചെയ്താൽ മതി, നിർബന്ധിക്കുന്നില്ല. എന്നാൽ കഴിയുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ, അതായത് നിങ്ങൾക്ക് ജെന്യൂൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കേട്ടോ. കാരണം നമ്മൾ പറയുന്നത് കൊണ്ട് ജസ്റ്റ് അങ്ങനെ ചെയ്തു പോകരുത്. കാരണം നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം, മലാവി ഡയറി ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് അതൊരു വെർത്ത്ഫുള്ളാണ്. നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ടൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിർബന്ധിക്കുകയല്ല നിങ്ങളെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അത്. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ല നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അപ്പോൾ 24,000 ആളുകൾക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടു ഉള്ളൂ എങ്കിൽ 24 ആൾക്കാരെ കാണത്തുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ആളുകളിലേക്ക് എത്താത്തതുകൊണ്ട്, നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിൽ മനസ്സിലാവും ഈ ചാനൽ നല്ലൊരു വീഡിയോ വന്നേക്കുന്നത്, അതുകൊണ്ട് ആൾക്കാർ കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്തിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ ചാനലിനെ എത്തിക്കാൻ വേണ്ടി, ഈ വീഡിയോസിനെ എത്തിക്കാൻ വേണ്ടി യൂട്യൂബ് തന്നെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം കാണുമ്പോൾ തന്നെ ഒരു കമൻറ്റ് കൊടുക്കാനും ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പം യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോയിൽ എന്തോ ഒരു കണ്ടൻറ് ഉണ്ട്, അതുകൊണ്ടാണ് ആളുകൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അൽഗോരിതം വർക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? അതെ, നേരെ നമുക്ക് നമ്മുടെ നഴ്സറിയിൽ പോവാം. പോണ വഴിക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം.